الحمد لله وحده والصلاة والسلام على من لا نبي بعده. عن جابر يقول سمعت النبي صلى الله عليه وسلم يقول. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയണം. ഇന്ന ബൈനർ റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കസ്വലാ. ഒരു മുസ്ലിമിൻ്റെയും ഷിർക്കിൻ്റെയും കുഫ്രിൻ്റെയും ഇടക്കുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു എന്ന് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഹദീസാണിത്. ഒരു വിശ്വാസി എന്ന് പറയുന്ന ഒരാൾ അവരുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ് നമസ്കാരം എന്നുള്ളത്. കാരണം ഒരു വിശ്വാസിയെയും അവിശ്വാസിയെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന ഘടകം എന്നുള്ളത് നമസ്കാരമാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അൻ അബ്ദുല്ലാഹിബ്നു ബുറൈദ അൻ അബീഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുറൈദ റളിയല്ലാഹുവിൽ നിന്ന് തൻ്റെ ഉപ്പയിൽ നിന്നായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. നാമും അവരും തമ്മിലുള്ള കരാർ നമസ്കാരമാകുന്നു, അത് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവർ കാഫിറായി എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തറകുഹു കുഫ്റുൻ ഗൈറസ്സലാ. അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നമസ്കാരം ഒഴിച്ചുള്ള ഒരു പ്രവർത്തനം ഉപേക്ഷിക്കുന്നതും കുഫ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഏത് അമാലുകളാകട്ടെ, ആ അമലുകളിൽ പ്രവർത്തനങ്ങളിൽ നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കുഫ്റായി തന്നെ സ്വഹാബാക്കൾ അത്ര ഗൗരവത്തോടു കൂടിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, മൻ തറക സ്വലാത്ത ഹബിത അമലുഹു വലം യുഖ്ബൽ സിയാമുഹു. ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ്റെ പ്രവർത്തനം പൊളിഞ്ഞു പോകും, അവൻ്റെ നോമ്പ് സ്വീകാര്യപ്പെടുകയുമില്ല എന്നുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത് കാണാൻ സാധിക്കും, നിസ്കരിക്കാത്തൊരു നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ തള്ളപ്പെട്ടതും സ്വീകരിക്കപ്പെടാത്തതും അവന് ഉപകാരപ്പെടാത്തതുമാകുന്നു എന്ന്. ഇനി നമ്മൾ അവനോട് പറയണം, നീ നിസ്കരിക്കുക എന്നിട്ട് നോമ്പെടുക്കുക എന്ന്. എന്നിട്ട് തുറന്ന് പറയാണ്, നിസ്കരിക്കാതെ നീ നോമ്പെടുത്തു കഴിഞ്ഞാൽ നിന്റെ നോമ്പ് നിന്നിലേക്ക് തന്നെ തള്ളപ്പെട്ടതാകുന്നു. കാരണം ഒരു കാഫിറിൽ നിന്ന് ആരാധനകൾ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന്. ഇതിൻ്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ നോമ്പിൻ്റെ സമയത്ത് ചിലപ്പോൾ കൃത്യമായിട്ടൊക്കെ ഉണ്ടാകും, നോമ്പുണ്ടാവും, നിസ്കാരം ഉണ്ടാവും, ബാക്കിയുള്ള ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇനി നോമ്പെടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിസ്കാരം എന്നാലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. നോമ്പെടുത്തുകയും നോമ്പ് തുറക്കുകയും അതുപോലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും മറ്റുള്ളവർക്ക് മുമ്പിൽ അവർ നോമ്പുകാരെന്ന് പറയുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവർക്കിടയിൽ നമസ്കാരം 5 വക്ത് നിർബന്ധമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ നിസ്കാരം അവരിലില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് നോമ്പ് പോയിട്ടൊന്നും തന്നെ സ്വീകരിക്കൂല. കാരണം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ചോദിച്ചതുപോലെ ഒരു കാഫിറിൽ നിന്ന് ആരാധനകൾ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര ആൾക്കാരൊന്നും നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല എന്നുള്ളതല്ല. പകരം പശ്ചാത്തപിക്കുകയും എന്നിട്ട് നോമ്പനുഷ്ഠിക്കുകയും തുടർ ജീവിതത്തിൽ 5 നേരത്തെ നിർബന്ധ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകൾ. നോമ്പെടുക്കുന്നുണ്ട് പക്ഷെ നിസ്കാരമില്ല, അത്തരത്തിലുള്ള ആളുകൾ ജീവിതത്തിൽ പാലിക്കേണ്ടത് യഥാർത്ഥത്തിൽ അതാണ്. പരിപൂർണമായിട്ട് നോമ്പ് ഉപേക്ഷിക്കുക എന്ന രൂപത്തിലല്ല പറഞ്ഞത്. പകരം തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി അങ്ങനെ നോമ്പുകൾ അനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ ആ നമസ്കാരം തുടർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്നുള്ളത്. ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ വളരെ പ്രധാനമായിട്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നമസ്കാരം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡമായിട്ടുള്ള ഒന്നാണ്.
ഷഹാദത്ത് കഴിഞ്ഞാൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് അവരെ നമസ്കാരത്തെ ശീലിപ്പിക്കാനാണ്. നമസ്കാരം അവർ ശീലിപ്പിച്ച ശേഷം ബാക്കി ഓരോന്നും പിന്നീട് പറയുന്നത്. അതുപോലെ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് കുഫറിലേക്കുള്ളൊരു വഴിയാണ്. നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പാപമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടത്. കാരണം നാളെ പരലോകത്ത് ഒന്നാമതായിട്ട് ചോദ്യം ചെയ്യുന്ന അമലുകളിൽ ഒന്നാമതായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം എന്നുള്ളത് നമസ്കാരമാണ്. അതുപോലെ നമസ്കാരത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ളൊരു മുനാജാത്ത, ബന്ധം ചേർക്കലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, എനിക്ക് അള്ളാഹു എന്നോട് എന്തെങ്കിലും പറയാനുണ്ട് എന്നുള്ളത് എനിക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യും. എനിക്ക് അള്ളാഹിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നമസ്കാരത്തിലേക്ക് തിരിയും എന്ന് ചില സലഫുകളും പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നന്നാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാർഗമാണ് നമസ്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ നമസ്കാരത്തിലൂടെ വിശ്വാസിക്ക് വലിയ സംരക്ഷണങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചതുപോലെ ഫാഹിഷത്തുകളും അതുപോലെ തന്നെ സൂറുമൊക്കെ ഒഴിവാകുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഈ ദുനിയാവിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നുകൂടിയാണ്. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു സംരക്ഷണം ലഭിക്കാൻ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സദാ എന്നെ നിരീക്ഷിക്കുന്നവനാണെന്ന ബോധ്യം കടന്നു വരാനൊക്കെ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി നിർവഹിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റം കർശനമായിക്കൊണ്ടാണ് നമസ്കാരം ഉപേക്ഷിക്കുന്ന വിഷയത്തിലൊക്കെ ഹദീസുകളിലൂടെയുള്ള താക്കീതുകൾ കാണാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം യഥാവിധി നിലനിർത്തുന്ന, അതിൻ്റെ കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമസ്കാരം നിലനിർത്തി അമലുകൾ ചെയ്ത് നാളെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടാനും പ്രിയപ്പെട്ടവരോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ യഥാവിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമാലുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, സ്വാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കുവാനുള്ള, ഈ റമദാനിനെ ധന്യമാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹ്മനാ യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.